ഫീഡ്ബാക്ക് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ ലൈവില് ഫീഡ്ബാക്ക് ഒരു ശത്രു തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പി ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ റാക്കിൽ ഇത് വെക്കുന്നത്. പിന്നെ ഇപ്പം ഡിജിറ്റൽ മിക്സർ അന്നേക്ക് മാറ്റി കാണാൻ പറ്റും. അപ്പം അല്ലാതെ നമ്മൾ സാധാ DBXന്റെ ഇക്വലൈസർ ആണ് നിങ്ങളുടെ റാക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ മൊബൈലിൽ RTI മീറ്റർ വെക്കുക, RTI അനലൈസർ വെക്കുക, അതിന്റെ സ്ക്രീൻഷോട്ട് ആകുമ്പോൾ വെക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും RTI അനലൈസർ, അതിൽ നമുക്ക് ഫ്രീക്വൻസി കാണാൻ പറ്റും, ഏത് ഫ്രീക്വൻസിയാണ് ഇത് വരുന്നത്, ആ ഫ്രീക്വൻസി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞുതരാം. ഇപ്പം XR8 മിഡാസിലൊക്കെ സെയിം തന്നെയാണ്. XR8 ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ FX പോയിട്ട് ഞാൻ സ്റ്റീരിയോ DSR അല്ല, സ്റ്റീരിയോ ഗ്രാഫിക് EQ, ഓക്കെ, സ്റ്റീരിയോ EQ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് FX മിഡാസിലത്തെ പോലെ തന്നെ FX അതിലേക്ക് കൊടുത്തു. ഇത് XR8 ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. മിഡാസിലാണെങ്കിൽ സെയിം, എല്ലാത്തിനും സെയിം തന്നെയാണ്. അപ്പോൾ EQ പരിപാടി. ഓക്കെ, ഇതാണ് ഇപ്പോൾ എൻ്റെ 32 ബാൻഡ് EQ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, പതുക്കെ എൻ്റെ മൈക്ക് കണ്ടാ, ഇതാണ് എൻ്റെ 10K ആണ് ഇപ്പം എൻ്റെ ഫീഡ്ബാക്ക് കാണിക്കുന്നത്. 10K. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ വരുന്നു. ഓക്കെ, അപ്പോൾ 10K എനിക്ക് മനസ്സിലായി. അപ്പോൾ 10K ഞാൻ എന്ത് ചെയ്തു, ഒരു പകുതി കട്ട് ചെയ്യുന്നു. 10K പകുതി, അതിൻ്റെ ഇപ്പുറത്തുള്ളത് ഒരു പൊടിക്ക്, ഇതിൻ്റെ ഇപ്പുറത്തുള്ളൊരു പൊടിക്ക്. ഓക്കെ, അപ്പോൾ 10K ഞാൻ പിടിച്ചു. ഇനി 10K വെച്ചിട്ടുണ്ടാകൂല, പോയി. വേണ്ട, ഇപ്പം എൻ്റെ മൈക്ക് നോക്ക്, വേണ്ട, മൈക്ക് ഓൺ ആണ്. മൈക്ക് ഓൺ ആയതുകൊണ്ട് അതിന്റെ ഇത് വരുന്നുണ്ട്. മൈക്ക് ഓഫ് അല്ല കേട്ടോ, മൈക്ക് ഓൺ ആണ്. അതുകൊണ്ട് ആ ഫ്രീക്വൻസി ഒന്ന് സംസാരിച്ചേ മനസ്സിലാവും. നോ ഫീഡ്ബാക്ക് പോയി. ഞാൻ ഇപ്പോൾ സ്പീക്കറിന് മൈക്ക് ഓൺ ആണ്, ഫീഡ്ബാക്ക് ഇല്ല. ഒരു മുന്നേ സംസാരിക്കണ്ട, നോ ഫീഡ്ബാക്ക്. അപ്പൊ ശരി, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം. സബ്സ്ക്രൈബ് മറക്കല്ലേ. ശരി.